ഹായ് ഓൾ, വെൽക്കം ടു പ്രപ്പോയ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മുടെ CUET UG 2023യുടെ ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ആപ്ലിക്കേഷൻ്റെ പരിപാടികളും അതുപോലെ തന്നെ അതിനോടൊപ്പം പ്രിപ്പറേഷൻ്റെ പരിപാടികളും നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സമയം കൂടിയാണ്. ആപ്ലിക്കേഷൻ മനസ്സിലാക്കാനും അതിൻ്റെ ബാക്കി സംബന്ധിത കാര്യങ്ങളൊക്കെ തന്നെ അറിയുന്നതിനായിട്ടും എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. തുടർന്നും സെഷൻസ് ലഭിക്കുന്നതിനായിട്ട് സെഷൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ചെയ്യാൻ മറക്കാതിരിക്കുക. CUET UG 2023 പറ്റി പറയുകയാണെങ്കിൽ CUET 2022 നിന്നും അത്യാവശ്യം കുറേ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ നല്ലതിനാണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ ഒഴികെ, അപ്പോൾ ഫീസൊക്കെ കൂട്ടിയിട്ടുണ്ട്, അതൊരിക്കലും നല്ലതിനാണെന്ന് നമുക്ക് പറഞ്ഞുകൂടാ. പക്ഷേ എങ്കിലും ചില ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കുറയ്ക്കുക, അതുപോലെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് UG 2023 CUET സംബന്ധിച്ച്. അപ്പോൾ സിലബസ് അറിഞ്ഞിരിക്കുക, ആ സിലബസ് അനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. കാരണം ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്ന ആ സെയിം സിലബസിൽ നിന്നായിരിക്കും. നിങ്ങൾക്കറിയാം, ഡൊമൈൻസ് ആണെങ്കിൽ നമ്മുടെ NCERT ആണ് സിലബസ്. NCERTയുടെ പുറത്തുനിന്ന് കാര്യമായി തന്നെ ചോദ്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റിനും എല്ലാം തന്നെ സെപ്പറേറ്റ് സിലബസ് ഉണ്ട്. ആ സിലബസ് എന്താണെന്ന് നമുക്ക് വളരെ ക്വിക്കായിട്ടൊന്ന് പരിചയപ്പെടാം. ഒരിക്കൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അങ്ങോട്ട് CUETയുടെ ചൂട് ഏറുകയാണ്. ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടിനായിട്ടും പ്രപ്പോയ്സ് ഇവിടെ തന്നെ ഉണ്ടാവും. സോ ആ സെഷൻസ് ഒന്നും തന്നെ മിസ് ഔട്ട് ചെയ്യാതിരിക്കുന്നതിനായിട്ട്, ആ സെഷൻസ് എല്ലാം തന്നെ സമയാസമയം ലഭിക്കുന്നതിനായിട്ട് ആ ബെല്ലൈക്കണും അമർത്തിയേക്കുക. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ കാര്യത്തിലേക്ക് കടക്കാം. ഇതാണ് ആദ്യം തന്നെ സിലബസിനെ പറ്റി നമ്മുടെ പുതിയ ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള വിവരങ്ങൾ. ലാംഗ്വേജ് കാണാം. ലാംഗ്വേജ് ടു ബി ടെസ്റ്റഡ് ത്രൂ റീഡിംഗ് കോംപ്രിഹെൻഷൻ ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാസേജ്, ഫാക്ച്വൽ, ലിറ്റററി ആൻഡ് നരേറ്റീവ്. 3 ടൈപ്സ് ഓഫ് പാസേജിലൂടെയായിരിക്കും ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ എടുക്കാൻ പോകുന്ന സെക്ഷൻ 1A നിന്ന് നിങ്ങൾ എടുക്കുന്ന ലാംഗ്വേജ് ഏതാണോ അതിൽ നിന്ന് നിങ്ങൾ ഉത്തരങ്ങൾ എഴുതേണ്ടത്. 3 ടൈപ്പ് ഓഫ് പാസേജ് ഉണ്ടാകും. അതുപോലെ ലിറ്റററി ആപ്റ്റിറ്റ്യൂഡും വൊക്കാബുലറിയും ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഇനി ഡൊമൈനിലേക്ക് വരുമ്പോൾ NTA വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള പോലെ എന്നാണ് പറയുന്നത്. ഈ പറയുന്നതിൻ്റെ ഉദ്ദേശം NCERT സിലബസ് തന്നെയാണ്. സോ അതിലേക്ക് നമുക്ക് വരാം. ജനറൽ ടെസ്റ്റിൻ്റെ സിലബസ് വളരെ ക്രൂഷ്യലാണ്. കാരണം ഇതിൻ്റെ മെറ്റീരിയൽസ് നമുക്ക് സ്കൂളുകളിൽ നിന്നും തന്നെ അങ്ങനെ ലഭിക്കുന്നവയല്ല. മോസ്റ്റ് ഓഫ് ദി കോഴ്സസ് ഇതുമായിട്ട് യാതൊരു പരിചയമില്ലാത്തവരായിരിക്കും കൊമേഴ്സുകാരും നമ്മുടെ ഹ്യൂമാനിറ്റീസുകാരും ഒക്കെ പൊതുവെ. സയൻസുകാർക്ക് പിന്നെ കുറേ കൂടെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇത് ഡയറക്റ്റ്ലി അറിയില്ലെങ്കിൽ തന്നെയും അവർക്ക് ചിലപ്പം കുറച്ചുകൂടെ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വന്നേക്കാം. ബട്ട് ബാക്കിയുള്ളവരെ സംബന്ധിച്ച് സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് പരിചയമില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു വിഷയം വരാൻ സാധ്യതയുള്ള ഏക കാര്യം. അതുകൊണ്ട് ഇത് എത്രയും കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, എത്രയും അധികം കോൺസെപ്റ്റ്സ് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ അത്രയും തന്നെ സ്പീഡിൽ ഇതെല്ലാം പഠിച്ച് തുടങ്ങുക. ഞാൻ ജസ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്യാം. ജനറൽ ടെസ്റ്റിൽ ജനറൽ നോളജ് വരുന്നുണ്ട്, കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്, ജനറൽ മെൻ്റൽ എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്, അതിൽ തന്നെ സിമ്പിൾ അപ്ലിക്കേഷൻ ഓഫ് ബേസിക് മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്സ്, അരിത്മെറ്റിക്, അൾജിബ്ര, ജോമെട്രി, മെൻസുറേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാമാണ്. ഇതിനോടൊപ്പം തന്നെ L&AR അഥവാ ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ റീസണിങ്. സോ ഈ ഇത്രയും ടോപ്പിക്സിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ പോകുന്നത് 60 ചോദ്യങ്ങളാണ്. അതിൽ നിന്ന് നിങ്ങൾ എഴുതേണ്ടത് 50 ചോദ്യങ്ങളാണെന്നുള്ളത് കൂടെ കൃത്യമായി അറിഞ്ഞിരിക്കുക. CUET 2022 പാറ്റേണിൽ നിന്നും ഇവിടെ വ്യത്യാസമുണ്ട്, സ്കീമിൽ വ്യത്യാസമുണ്ട്. ഇവിടെ 50 ചോദ്യങ്ങൾ ഔട്ട് ഓഫ് 60 ആണ്. മുമ്പ് 60 ചോദ്യം ഔട്ട് ഓഫ് 75 ആയിരുന്നു. സോ ഇനി ഇതില്ല. ഇനി 50 ചോദ്യങ്ങളാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. പക്ഷേ അതിനും സമയം കൃത്യമായി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അതും ബുദ്ധിമുട്ടാവും. ഡൊമൈനിലേക്ക് വരുമ്പോൾ ചില വിഷയങ്ങൾക്ക് ഞാൻ പറയാം 45 ചോദ്യങ്ങളിൽ നിന്ന് 35 ചോദ്യങ്ങളാണ് എഴുതേണ്ടത്. കൂടുതലും സയൻസ് അതുപോലെ കണക്കെല്ലാം കൂടുതൽ വരുന്ന വിഷയങ്ങളായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാനുള്ള കുറേ കൂടെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള വിഷയങ്ങൾക്കായിരിക്കാം ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ 45 ചോദ്യങ്ങൾ വരുന്നത്. കാരണം ടൈം ഒരുപോലെ ആവാനാണ് സാധ്യത. ഡ്യൂറേഷൻ ഓഫ് ഈച്ച് എക്സാം ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ എന്തായാലും ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. മുൻപ് ഇത് 40 ഔട്ട് ഓഫ് 50 എന്നുള്ളതായിരുന്നു. എന്ന് വെച്ച് ഇത് മൊത്തത്തിൽ പോയിട്ടില്ല. കുറേ പേപ്പറുകൾക്ക് 40 ഔട്ട് ഓഫ് 50 ആണ്. അതുപോലെ കുറേ പേപ്പറുകൾക്ക് 35 ഔട്ട് ഓഫ് 45 ആണ്. മേലോട്ട് വരുമ്പോഴും ഇതും പഴയ പോലെ തന്നെയാണ്. ലാംഗ്വേജ് 40 ഔട്ട് ഓഫ് 50 എന്നാണ് വരുന്നത്. ഇനി നമുക്ക് സിലബസിലേക്ക് വരുമ്പോൾ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് CUET-samarth.ac.in പോയി കഴിഞ്ഞാൽ സിലബസ് എടുക്കാൻ അവിടെ മേലെ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇൻഫർമേഷൻ ബുള്ളറ്റിൻ, സിലബസ്, യൂണിവേഴ്സിറ്റീസ് ആപ്ലിക്കേഷൻ ഗൈഡ് എന്ന് പറഞ്ഞതിൽ സിലബസ് എടുത്തു കഴിഞ്ഞാൽ ഓരോ വിഷയങ്ങളുടെയും സിലബസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ 27 ഡൊമൈൻ ഉണ്ട്, ഓരോ ലാംഗ്വേജസ് ഉണ്ട്, സെക്ഷൻ 1A 1B ലാംഗ്വേജസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇനി അതിനോടൊപ്പം തന്നെ ഒരു ജനറൽ ടെസ്റ്റിൻ്റെയും സിലബസ് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സിലബസ് പോയി കഴിഞ്ഞാൽ അവിടെ വ്യൂ, ഡൗൺലോഡ്, PDF കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചോദിക്കാൻ പോകുന്നത് എന്നുള്ളതിനെപ്പറ്റി കൃത്യമായി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കുക, ലാംഗ്വേജസ് 1A ആൻഡ് 1B ഇത് ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് സെപ്പറേറ്റ് എഴുതാഞ്ഞത്. സോ 27 ഡൊമൈൻ പ്ലസ് ഒരു GT പ്ലസ് ഒരു ലാംഗ്വേജസ് 1A ആൻഡ് B.
ഇത്രയും സിലബസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ഏതൊക്കെ ഡൊമെയിൻ എടുത്തെഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതിൻ്റെ എല്ലാം സിലബസ് നിർബന്ധമായും പോയി നോക്കുക. കാരണം ഈ ഡൊമെയിനുകളെല്ലാം തന്നെ നിങ്ങളുടെ NCERT സിലബസിൽ നിന്നായിരിക്കും ചോദിക്കുന്നത്. പ്ലസ് ടുവിൽ നിങ്ങളെല്ലാവരും പഠിക്കുന്ന NCERT സിലബസ് ആണ്. അപ്പോൾ ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോർഡ് എക്സാമിൻ്റെ പ്രിപ്പറേഷനോടൊപ്പം തന്നെ ഒരുപാട് ആൾക്കാർ നമ്മുടെ കമൻസ് വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെ രണ്ടും കൂടെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നമ്മൾ 2 ഡീറ്റെയിൽ സെഷൻ ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ ഈ പോയിൻ്റ് കൂടെ ആലോചിക്കുക. നിങ്ങൾ ബോർഡ് എക്സാമിൽ എഴുതാൻ പോകുന്ന സെയിം കാര്യങ്ങൾ തിരിച്ചും മറിച്ചുമാണ് ചോദ്യങ്ങൾ വരിക. ചോദ്യങ്ങൾ എത്രയധികം നിങ്ങൾ ചെയ്യുന്നുണ്ടോ അതാണ് CUETയിൽ ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നത്. ബട്ട് മാറ്റർ ഒന്ന് തന്നെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. മാറ്റർ ഒന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സിലബസിലെ ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ബോർഡ് എക്സാമിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണെങ്കിൽ അതിനെപ്പറ്റിയുള്ള നോട്ട്സ് എല്ലാം തയ്യാറാക്കുക. കാരണം പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പകുതി മുക്കാലും കാര്യങ്ങൾ മറക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ അത് മറക്കാതെ സൂക്ഷിക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ച്, അല്ലെങ്കിൽ എല്ലാം തന്നെ സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ അതെല്ലാം സൂക്ഷിച്ച് ഒരു 1.5 മാസങ്ങൾക്ക് ഇപ്പുറമുള്ള അല്ലെങ്കിൽ 1.5 മാസത്തിനിപ്പുറമുള്ള CUET UG മെയ് 21 തുടങ്ങുന്ന CUET UGയിൽ നിങ്ങൾക്ക് പ്രയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. അതുകൊണ്ട് സിലബസ് ഐഡൻറ്റിഫൈ ചെയ്യുക. സിലബസ് വെച്ച് നിങ്ങൾ തട്ടിച്ച് നോക്കി, അതായത് രണ്ടും കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്സ് എല്ലാം തന്നെ നോട്ട്സ് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പ്രത്യേകം തയ്യാറാവുന്നുണ്ട് എന്നുള്ളത് CUET മനസ്സിൻ്റെ ഒരു മൂലയ്ക്ക് ഉണ്ടായാൽ തന്നെ നിങ്ങളത് ചെയ്തോളും. പക്ഷേ ആ CUETക്ക് ആയിട്ടുള്ള പോർഷൻസ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ക്രൂഷ്യലാണ്. അതുകൊണ്ട് സിലബസ് എല്ലാവരും എടുത്ത് നോക്കേണ്ടതാണ്. ഇനി ഇംഗ്ലീഷിലേക്ക് വരുമ്പം ഇവിടെ പറയുകയാണ് 300 to 350 വേർഡ്സ് വരുന്ന പാസേജുകൾ 3 ടൈപ്പ്. ഫാക്ച്വൽ, നരേറ്റീവ്, ലിറ്റററി. അതിൽ തന്നെ 40 ചോദ്യങ്ങൾ. 50ൽ നിന്ന് മൊത്തം 50 ചോദ്യങ്ങൾ ഉണ്ടാവും. 40 എണ്ണം എഴുതിയാൽ മതി. ഇത്രയുമാണ് ഭാഷ വരുന്നത്. സെക്ഷൻ 1Bയിൽ 20 ലാംഗ്വേജും സെക്ഷൻ 1Aയിൽ 13 ലാംഗ്വേജും അടക്കം സെക്ഷൻ 1ൽ 33 ലാംഗ്വേജുകളുണ്ട്. ഇനി ഈ 3 പാസേജ് അല്ലാതെ, റീഡിംഗ് കോംപ്രിഹെൻഷനിൽ ഈ 3 ടൈപ്പ് പാസേജ് അല്ലാതെ വെർബൽ എബിലിറ്റി ഉണ്ടാവും, റീഅറേഞ്ചിങ് ദ പാർട്സ് ഉണ്ടാവും, ചൂസിങ് ദ കറക്റ്റ് വേർഡ്, സിനണിംസ് ആൻഡ് ആൻറ്റണിംസ്, വൊക്കാബുലറി തുടങ്ങിയ ഏരിയാസിൽ നിന്നുള്ള ചോദ്യങ്ങളും ഇംഗ്ലീഷിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ലാംഗ്വേജിൻ്റെ ഭാഗമായിട്ട്. ഞാൻ ഈ ഇംഗ്ലീഷിന് ഇടയ്ക്ക് പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റികൾ നിങ്ങളോട് എഴുതാൻ ആവശ്യപ്പെടുന്ന സെക്ഷൻ 1Aയിലെ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇംഗ്ലീഷിൻ്റെ പേരെടുത്ത് പറയുന്നത്. സോ മലയാളം എഴുതുന്നവരെ സംബന്ധിച്ച് മലയാളത്തിലും ഇതേ കാര്യങ്ങളാണ് ചോദിക്കുക നിങ്ങളോട്. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. സോ ഇതിനെല്ലാം വേണ്ട എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്ക് പ്രപ്പോസൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സ്വന്തമായി പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് തുടങ്ങിക്കോളൂ. ഇനി ഒരുപാട് സമയമില്ല. ഇനിയുള്ള ഈ ഒരു 1.5 മാസം തന്നെ നിങ്ങൾ എന്തോരം തിരക്കിലായിരിക്കും എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ എങ്കിലും CUET മറന്നു പോകാതിരിക്കുക. CUET ഓർത്തുകൊണ്ട് നിങ്ങളുടെ ബോർഡ് എക്സാമിന് പഠിക്കാനേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ബോർഡ് എക്സാമിൻ്റെ മാർക്കും ക്രൂഷ്യലാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയുള്ള യൂണിവേഴ്സിറ്റികളിലെല്ലാം തന്നെ ടൈ വരുമ്പോൾ ടൈ ബ്രേക്കറായിട്ട് യൂസ് ചെയ്യുന്നു. 2 പേർക്ക് ഒരേ മാർക്ക് വന്നു കഴിഞ്ഞാൽ ആര് മുന്നിൽ പോകും, ആർക്ക് ആ സീറ്റ് ലഭിക്കുമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ബോർഡ് എക്സാമിലെ മാർക്കാണ്. അതതിൻ്റെ ഒരു യൂസ് മാത്രമാണ്. പിന്നെ എല്ലാ കാലവും നിങ്ങളുടെ CVയിൽ ഉണ്ടാവുന്ന, നിങ്ങൾ വളരെ കാര്യമായി തന്നെ എഴുതി മുന്നോട്ട് പോവേണ്ടുന്ന ഒരു എക്സാം തന്നെയാണ് നിങ്ങളുടെ പ്ലസ് 2 ബോർഡ് എക്സാം. സോ അതിലൊരിക്കലും ഉഴപ്പാൻ പാടില്ല CUET കരുതിക്കൊണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഉഴപ്പേണ്ട ആവശ്യമില്ല. രണ്ടും ഒരുപോലെ വളരെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും. സോ അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. പറഞ്ഞ പോലെ എന്തൊരു സപ്പോർട്ട് വേണമെങ്കിലും എന്തൊരു ഹെൽപ്പ് വേണമെങ്കിലും ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലർ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. വിളിക്കുക, സംസാരിക്കുക, ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം നേടിക്കൊണ്ട് നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പഠിച്ചു പോവുക. മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.